വീട്ടിലിടുന്ന ഡ്രസ്സുമായിട്ട് ചേട്ടനും ഞാനും ആനസുകൂട്ടനും കൂടി ഈ തണുപ്പാൻ കാലത്ത് മഞ്ഞുള്ള പ്രഭാതത്തിൽ വണ്ടി തുഴഞ്ഞു പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? ഡിസംബർ 1 ആയിട്ടില്ല, നവംബർ 30 ആയിട്ടേ ഉള്ളൂ. മുതലക്കോടം പള്ളിയുടെ തൊട്ടു പുറകിലുള്ള ഇമ്മാനുവൽ മീറ്റ് സ്റ്റാളിലേക്കാണ് പോയത്. പേത്തർത്ത അല്ലേ, നോയമ്പ് പിടിക്കുന്നതിൻ്റെ തലേദിവസത്തിന് പറയുന്ന പേരാണ് പേത്തർത്ത എന്ന്. അപ്പോൾ കുറച്ച് ബീഫൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ചേട്ടനാണ് ബീഫ് വാങ്ങാൻ പോയത്. ഞങ്ങൾ വണ്ടിയിൽ വീഡിയോ പിടുത്തവുമായിട്ട് ഇരുന്നതേ ഉള്ളൂ. അങ്ങോട്ട് മുണ്ടൊക്കെ മടക്കി കുത്തിപ്പോയ ചേട്ടൻ ബീഫൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ വളരെ ബഹുമാന പുരസരം മുണ്ടൊക്കെ അഴിച്ചിട്ട് വണ്ടിയിൽ വന്ന് കയറി. കടയിൽ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ ബീഫ് കഷ്ണങ്ങളാക്കി കിട്ടിയില്ല, അല്ലെങ്കിൽ അവർ ബീഫ് കഷ്ണങ്ങളൊക്കെ ആക്കി തരുന്നതാണ്. നല്ല ബീഫാണ് കേട്ടോ ഇമ്മാനുവൽ മീറ്റ് സെന്ററിലെ. അപ്പോൾ പേത്തർത്തേക്ക് അപ്പവും ബീഫ് ഉണ്ടാക്കാം എന്നുള്ള എൻ്റെ തീരുമാനത്തെ മാറ്റിമറിച്ചത് ജാൻസി ചേച്ചിയാണ്. കഴിഞ്ഞ ദിവസം തറവാട്ടിൽ പോയപ്പം ചേട്ടനും ചേച്ചിയും കൂടി കണ്ടത്തിൽ കപ്പ പറിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പം ഞങ്ങൾ ഓടിപ്പോയി കപ്പ പറിക്കാനൊക്കെ കൂടി കുറേ കപ്പ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേത്തർത്തേക്ക് കപ്പയും ബീഫും ആയി മാറിയിട്ടുണ്ട്. അപ്പം ചേട്ടനും ചേച്ചിയും തറവാടിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിൽ വീടൊക്കെ വെച്ച് താമസിക്കുവാണ്. അപ്പോൾ ഒരു വീട്ടിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീരുമല്ലേ. ചേട്ടൻ ബീഫൊക്കെ നുറുക്കി തന്നു, ഞാൻ കപ്പ കഷ്ണങ്ങളാക്കി എടുത്തു. അതിനിടയ്ക്ക് കുറച്ച് പച്ചക്കപ്പയെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കപ്പ കഴിക്കുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. രാവിലെ കുറച്ച് ചായ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് പാലടപ്പത്ത് വെച്ചത്. ഇനിയിപ്പോൾ മോരിന് നമ്മൾ വേറെ എങ്ങും പോകണ്ട, ഒഴിക്കണ്ട, തൈര് ഒഴിക്കണ്ട, പുളിപ്പിക്കേണ്ട, മോര് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കടയിലേക്ക് വിളിച്ചു പറഞ്ഞു പാല് പിരിഞ്ഞു പോയിന്ന്. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പം കുപ്പിയുടെ പുളിപ്പ് എന്തെങ്കിലും ആയിരിക്കാം, അതിനിപ്പോൾ എന്താ, നമുക്ക് പ്രശ്നം പരിഹരിക്കാമല്ലോ എന്ന്. ഞാൻ പ്രശ്നമൊന്നും പരിഹരിക്കുന്നില്ല, പാവങ്ങൾ എന്തറിഞ്ഞിട്ടാൽ. അൻസുകൂട്ടനാണെങ്കിൽ കാച്ചിസം ക്ലാസ്സിൽ പോകാൻ വേണ്ടി ബ്രെഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പ ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്, ബീഫിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കപ്പയുടെ ഡ്യൂട്ടി ചേട്ടൻ ഏറ്റെടുത്തത് കൊണ്ട് നല്ല അടിപൊളി കപ്പപ്പുഴുക്ക് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇളക്കാനൊന്നും അറിയില്ല, അല്ലെങ്കിൽ പുഴുക്കുണ്ടാക്കാൻ അറിയില്ല എന്നല്ല, ചായാനൊരു തോളപ്പുള്ളപ്പോൾ ഞാൻ അറിയാതെ അങ്ങ് ചാഞ്ഞു പോകുന്നതാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. പക്ഷേ ബീഫിൻ്റെ കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് നേരിട്ടത്. നല്ല അടിപൊളി ബീഫ് കറി ആയിരുന്നു കേട്ടോ, ചാറൊക്കെ കുറുകി വന്ന ബീഫ് കറി. ആൻസൂട്ടൻ കാച്ചിസം ക്ലാസ്സിൽ നിന്ന് വന്നില്ല, ഞാനും ചേട്ടനും കൂടി കപ്പയും ബീഫൊക്കെ കഴിച്ചു. വൈകുന്നേരം 4-ന്റെ കുർബാനയ്ക്കാണ് നമ്മൾ പള്ളി പോയത്. അതിനുശേഷം തറവാട്ടിൽ പോകാനുള്ളത് കൊണ്ട് ആൻസൂട്ടനെ വണ്ടിയിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ആൻസൂട്ടൻ വണ്ടിയിൽ തന്നെ ഇരുന്നു, നമ്മൾ കുർബാനയൊക്കെ കൂടി. പള്ളിയിലാണെങ്കിൽ വലിയ നക്ഷത്രമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വലിയ നക്ഷത്രം ഉണ്ടാക്കുന്നതൊക്കെ വളരെ മനോഹരമായ ഒരു ചടങ്ങ് തന്നെയാണ്. വൈകുന്നേരം 4-ന്റെ കുർബാനയാണെങ്കിലും ഒരുപാട് ആളുകളും വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുർബാന കഴിഞ്ഞ് തറവാട്ടിൽ പോകുന്ന വഴിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണമല്ലേ, കൗതുകകരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇന്ന് കണ്ട കൗതുകകരമായ കാഴ്ചയാണ് കാളവണ്ടി പുറത്ത് സ്ഥാനാർത്ഥി പോകുന്നത്. അപ്പോൾ നല്ല രസമാണ്, റോഡ് നിറയെ ആളുകളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു.